പാലും വെള്ളവുമുള്ള 40 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും തമ്മിൽ 4:1 എന്ന അംശബന്ധത്തിലാണ്. ഇതിലേക്ക് 8 ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ പുതിയ റേഷ്യോ എന്താകും? നമുക്കിവിടെ തന്നിട്ടുണ്ട് പാല് വെള്ളവും തമ്മിലുള്ള റേഷ്യോ. പാല് വെള്ളം എന്താണ്? 4:1. നമുക്കിവിടെ ടോട്ടല് പാലും വെള്ളവും കൂടി ആഡ് ചെയ്താലുള്ള മിശ്രിതത്തിന്റെ അളവാണ് 40 ലിറ്റർ. നമുക്കിവിടെ റേഷ്യോ ആഡ് ചെയ്താൽ 4 1 ആഡ് ചെയ്താൽ നമുക്കിവിടെ ടോട്ടൽ 5 കിട്ടി. നമുക്ക് പാല് എത്ര ലിറ്റർ ആണ്, വെള്ളം എത്ര ലിറ്റർ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് 40 ഇൻറ്റു റേഷ്യോന്റെ ടോട്ടൽ 5. ഇവിടെ മുകളിൽ പാല കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 4. അപ്പം 40നെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 8 ഇൻറ്റു 4 32 ലിറ്റർ പാല്. ഇനി വെള്ളം 40 ഇൻറ്റു 1/5 കട്ട് ചെയ്താൽ 8 ലിറ്റർ വെള്ളം. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതിലേക്ക് 8 ലിറ്റർ വെള്ളം ചേർത്താൽ റേഷ്യോ എന്താണെന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ സൈഡ് ഇവിടെയാണ്. അപ്പൊ ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു 8 ലിറ്റർ വെള്ളം കൂടി ചേർക്കാൻ. അപ്പൊ പുതിയ റേഷ്യോ 32:8 കൂട്ടി കഴിഞ്ഞാൽ 16. 32 ലിറ്റർ പാലും 16 ലിറ്റർ വെള്ളമായി. ഇനി നമ്മളോട് ഇതിന്റെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. റേഷ്യോ കാണാൻ വേണ്ടി ഇതിനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കാം. നമുക്ക് ഓപ്ഷനും കൂടി ചെക്ക് ചെയ്യണം. ഓപ്ഷനിൽ ഏത് ലെവലിലാണ് തന്നിരിക്കുന്നത് കൂടി നോക്കണം. 16 ഒരു പ്രാവശ്യം, 32 16 രണ്ട് പ്രാവശ്യം. നമുക്ക് കിട്ടിയിരുന്ന പുതിയ റേഷ്യോ 2:1 എന്ന റേഷ്യോ ആണ്. എണ്ണയും പെട്രോളും ചേർന്ന 30 ലിറ്റർ മിശ്രിതമുണ്ട്. അവ അളവിൽ 2:3 എന്ന റേഷ്യോയിലാണ്. എങ്കിൽ എത്ര ലിറ്റർ മണ്ണെണ്ണ കൂടി ചേർത്താൽ റേഷ്യോ 1:1 ആകും? ഇവിടെ നമുക്ക് മണ്ണെണ്ണ ഈസ്റ്റ് പെട്രോൾ ഇതിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:3 ആണ്. 2:3. ഇവ ടോട്ടൽ, അതായത് മണ്ണെണ്ണയും പെട്രോളും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടല് 30 ലിറ്റർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ 2:3 ആയതുകൊണ്ട് റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ 5. ഈ 5 ഈ 30 ലിറ്ററിന് തുല്യമായിരിക്കും. ഒന്ന് റേഷ്യോയിലുള്ള 1 എത്രയെന്ന് കാണാം. നമ്മൾ ഇത്തരത്തിലുള്ള എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ റേഷ്യോനെ ഡിവൈഡ് ചെയ്തിട്ട് റേഷ്യോയിൽ പറയുന്ന 1 എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം കണ്ടുപിടിച്ച പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ റേഷ്യോയിൽ 5ന് തുല്യമാണ് 30 ലിറ്റർ. അതോടെ 1ന് തുല്യമായിരിക്കും 30/5 6 ലിറ്റർ. 1 എന്ന് പറഞ്ഞാൽ 6 ലിറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റേഷ്യോയിലെ മണ്ണെണ്ണന്റെ 2 × 6 ചെയ്താൽ നമുക്ക് ഇവിടെ 12 ലിറ്റർ കിട്ടും. അതുപോലെ 3 × 6 ചെയ്താൽ നമുക്കിവിടെ 18 ലിറ്റർ കിട്ടും. 12 ലിറ്ററും 18 ലിറ്ററുമാണ് വീട്ടിലെ മണ്ണെണ്ണയും പെട്രോളും. ഇത് തന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് 30 ഇൻറ്റു ഇപ്പോൾ മണ്ണെണ്ണ കാണിക്കാൻ 2/5 ഈ രീതിയിലും ചെയ്യാം. പെട്രോൾ കണ്ടുപിടിക്കുന്നതിന് 30 ഇൻറ്റു 3/5 ഈ രീതിയിലും ചെയ്യാം. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എത്ര ലിറ്റർ മണ്ണെണ്ണ ആഡ് ചെയ്താലാണ് ഇവിടെ റേഷ്യോ 1:1 ആവുക. ഇവിടെ മണ്ണെണ്ണയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1:1 ആണെങ്കിൽ ഇവിടെ 18 ആണ് പെട്രോൾ. അപ്പൊ ഇവിടെയും 18 ആയി കഴിഞ്ഞാൽ 1:1 ആവും. അപ്പൊ ഇവിടെ 18 ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു 6 കൂട്ടി കൊടുത്താൽ ഒരു 6 ലിറ്റർ കൂട്ടി കൊടുക്കണം. അപ്പൊ ഇവിടെ 18 ലിറ്റർ മണ്ണെണ്ണയും 18 ലിറ്റർ പെട്രോളും ആയി. അപ്പോൾ ഇതിന്റെ റേഷ്യോ 1:1 ആയിട്ട് നമുക്ക് കിട്ടും. ഒരു തുക എ ബി സി എന്നീ 3 പേർക്ക് 5:8:13 എന്നിങ്ങനെ വീതിച്ച് നൽകി. സിക്ക് ബിയേക്കാൾ 1500 രൂപ കൂടുതൽ കിട്ടി. എങ്കിൽ ആകെ പണം എത്ര? അപ്പം ഒരു തുക ഇവർക്ക് 3 ആൾക്കും വീതിച്ച് നൽകി. ആ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ റേഷ്യോസ് തന്നിട്ടുണ്ട്. A
ബി ഈസ് ടു സിന്റെ റേഷ്യോ നമുക്ക് 5:8:13 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, സിക്ക് ബിയേക്കാൾ 1500 കൂടുതലായിട്ട്. ഇവിടെയാണ് സിയും ബിയും 8ഉം 13. അപ്പൊ സിക്ക് ബിയേക്കാൾ 1500 കൂടുതൽ കിട്ടുന്ന സിയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, വ്യത്യാസമാണ് 1500. അപ്പൊ ഇവിടെ ഈ റേഷ്യോയില് സിയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 8ഉം 13 തമ്മിലുള്ള ഡിഫറൻസ് 13 8 കുറച്ചാൽ 5ആണ്. ഓക്കെ, അപ്പൊ രൂപയിൽ നോക്കുമ്പോൾ ഇത് 1500ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിട്ട് ഈ കുറച്ചപ്പോ കിട്ടിയിട്ടില്ല ഈ 5 എന്ന് പറഞ്ഞ നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത് 1500 എന്ന് പറഞ്ഞ രൂപ. അപ്പൊ ഈ റേഷ്യോയിലുള്ള 5 എന്ന് പറഞ്ഞ വ്യത്യാസമാണ് 1500. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോയിലെ 1 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1500 ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പൊ നമുക്ക് 300 എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആകെ ടോട്ടൽ തുക എത്രയാണ്? ടോട്ടൽ തുക പറഞ്ഞാൽ എക്കും ബിക്കും സിക്കും കൂടി ടോട്ടൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച പണം. അപ്പൊ ഇവിടെയുള്ള റേഷ്യൂസ് 5ഉം 8ഉം 13ഉം കൂട്ടുക. അപ്പൊ 8ഉം 5ഉം കൂട്ടിയാൽ 13, 13 13 26. അപ്പൊ ടോട്ടല് ഇവിടെ നമുക്ക് 26 കിട്ടുക. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 300 ആണെങ്കിൽ 26 എന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ 26 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 300 ഗുണിക്കണം 26 ചെയ്യാം. 0 0 3 18 0 3 2 0 2 3 6. അപ്പൊ നമുക്ക് 7,800 രൂപ. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എക്ക് കൊടുത്ത രൂപ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാ? അതാ 1 300 ആണെങ്കിൽ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 × 300 ചെയ്താൽ എക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് മനസ്സിലാവും. ഇനി ബിക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ 8 × 300 ചെയ്താൽ മതി. സിക്ക് എത്ര എമൗണ്ട് കിട്ടിയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 13 × 300 ചെയ്താൽ മതി.